എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് അമ്മമാരുടെ നെഞ്ചിലെ വലിയൊരു തീ അണയ്ക്കാൻ വേണ്ടിയാണ്. മക്കൾക്ക് വിവാഹപ്രായമൊക്കെ ആയി, ഒപ്പമുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുടുംബവുമായി കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മക്കൾക്ക് മാത്രം ഒരു നല്ല ആലോചന പോലും വരുന്നില്ല, അല്ലെങ്കിൽ വരുന്നതൊന്നും ശരിയാകുന്നില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒട്ടനവധി അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് ദൈവങ്ങളെ വിളിക്കുന്നുണ്ടാവും, വഴിപാടുകൾ കഴിക്കുന്നുണ്ടാവും, ഇനി ഒരു പരിഹാരവും ഉണ്ടാവില്ല ചെയ്യാത്തതായിട്ട് ബാക്കി. എന്നിട്ടും എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്ന ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ ആ വിവാഹ എനർജി ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിവാഹം താമസിക്കുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങളും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും അറിയാൻ വേണ്ടി നമുക്ക് ആസ്ട്രോ ഡയസ് എന്ന് നമ്മൾ പറയുന്ന ഈ ഡയസ് ഒന്ന് റോൾ ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്ന എനർജി അനുസരിച്ച് നമുക്ക് ടാരോ കാർഡുകളും കൂടി ചേർത്ത് റീഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താവശ്യമാണ് നിങ്ങൾക്ക് മക്കളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അല്ലെങ്കിൽ സാഹചര്യമാണുള്ളത്, അതിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നോളൂ. നമ്മുടെ ചാനൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും എങ്ങനെയെങ്കിലും കാണാനിടയാകുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ടാണ് നമ്മളിത് ഡൈസ് ചെയ്യുന്നത്. അവരുടെ എനർജി എല്ലാം ഇതിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ പിൻഡോ റൂബി അനലിറ്റിക്കൽ ടാരോ ചാനൽ കാണാനിടയാകുന്ന ആളുകൾക്ക്, അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർക്കും കൂടി കണക്ട് ആവുന്ന തരത്തിലൊരു എനർജി, ഉത്തരം, പരിഹാരം യൂണിവേഴ്സിൽ നിന്നുണ്ടാകണേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ ആസ്ട്രോ ഡയസ് ഫോളോ ചെയ്യുകയാണ്. നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹ കാര്യത്തിൽ ഉണ്ടാകുന്ന തടസ്സം എന്താണ്? റോൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ഡയസ് തെറിച്ചു പോയിട്ടുണ്ട്. അത് 7 എന്ന നമ്പറാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ അനക്കാതെ ഇങ്ങോട്ട് നീക്കിക്കൊണ്ടുവരട്ടോ. ഈ 7 എന്ന് പറഞ്ഞാൽ അത് ദാമ്പത്യത്തിന്റെ ഇടമാണ്, കുടുംബമാണ്. ഓക്കെ, നമുക്ക് വന്നിരിക്കുന്ന സയൻസ് നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന്റെ എനർജിയെ കുറിച്ച് വ്യക്തമായ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. കാണാമല്ലോ അല്ലെ? നമുക്ക് കിട്ടിയിരിക്കുന്നത് മാർസ്, അതായത് ചൊവ്വ മീനം രാശിയിൽ 7ാം ഭാവത്തിൽ വന്നിരിക്കുന്നതാണ്. ജ്യോതിഷത്തിൽ 7ാം ഭാവം എന്നത് വിവാഹത്തിന്റെയും പങ്കാളിയുടെയും, പങ്കാളി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പും ആകാം, മാരേജ് ആൻഡ് പാർട്ട്ണർഷിപ്പിന്റെ സ്ഥാനമാണ് 7ാം ഭാവം. അപ്പോൾ എന്തു തന്നെയായാലും നമ്മൾ നോക്കേണ്ടിയിരുന്നത് ഈ 7ാം ഭാവത്തെ പറ്റിയാണ്. അത് നമുക്കിവിടെ ലഭിച്ചു എന്നുള്ളതാണ് ഈ റീഡിങ്ങിന്റെ ഏറ്റവും വലിയൊരു, യൂണിവേഴ്സിൽ നിന്നൊരു അനുഗ്രഹം നമുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം. ഓക്കെ, അപ്പൊ ഈ റീഡിങ് അനുഗ്രഹിക്കപ്പെട്ട ഒരു റീഡിങ് തന്നെയാണ് എന്ന് നമുക്കിത് കിട്ടിയതുകൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എനിക്ക് ആ തെറിച്ചു പോയി അവിടെ മാറി വീണ ഡയസ് നിങ്ങളെ അതെവിടെ കാണിക്കാൻ സാധിച്ചില്ല. പക്ഷെ അത് സത്യസന്ധമായി 7 എന്ന ഭാവത്തിൽ തന്നെയാണ് വീണത്. അനക്കാതെ നിങ്ങളിലേക്ക് അത് കാണിച്ചു തരികയായിരുന്നു. ഓക്കെ, ഇവിടെ മീനം രാശിയിലെ ചൊവ്വ എന്ന് പറയുന്നത് തന്നെ വളരെ വേഗതയുള്ള ആഗ്രഹങ്ങളും വീര്യവുമുള്ള ഒരു ഗ്രഹമാണ് ഇത്. എന്നാൽ മീനം രാശി വരുമ്പോൾ, പൈസസ് വരുമ്പോൾ ശാന്തമായ ആഴമുള്ള ഒരു ജലരാശിയാണ് ഈ മീനം രാശി. കത്തുന്ന തീ പോലുള്ള ചൊവ്വയുടെ ഊർജം മീനത്തിലെ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഊർജം പതുക്കെയാവും, സ്ലോ ഡൗൺ ആവും. അതാണ് നമ്മുടെ വിഷയത്തിന്റെ ഒരു പ്രധാന തടസ്സമായിട്ട് നിൽക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ ഒരു കാരണം. ഈ ചൊവ്വ മീനത്തിൽ വന്നിരിക്കുന്നതാണ്. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ മക്കൾക്ക് ഉള്ളിൽ വിവാഹത്തോട് വലിയ താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ ഒരുതരം ഭയമോ ഉണ്ടാകാം എന്നാണ്. കല്യാണം കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം പോകുമോ, അല്ലെങ്കിൽ വരുന്നയാൾ നല്ലൊരാളായിരിക്കുമോ, എന്റെ കുടുംബവുമായിട്ട് ചേരുമോ, അല്ലെങ്കിൽ എന്നെ ആളുകൾക്ക് താല്പര്യപ്പെടുമോ, അങ്ങനെ പലവിധ ചിന്തകൾ അവർ നമ്മളോടൊന്നും ഷെയർ ചെയ്യുന്നുണ്ടാവണമെന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ കല്യാണം എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ അത് പങ്കുവെക്കുന്നില്ല എന്ന് മാത്രം. ആ ചിന്തകൾ പലപ്പോഴും നെഗറ്റിവിറ്റി കലർന്ന ചിന്തയുമാണ്.
അവർക്കൊരു ഭയം കലർന്ന ചിന്തയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലുള്ളത് എന്ന് കാണാം. ചിലപ്പോൾ ആലോചനകൾ വരുമ്പോൾ അത് പ്രതീക്ഷിച്ച സമയത്തൊന്നും നടക്കാതെ പോയത് കൊണ്ടുള്ള ഒരു ഭയമായിരിക്കും. ഇതും നടക്കില്ല, ഇതും അവർക്ക് ഇഷ്ടമാവില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഒരു ഭയം കലർന്ന ചിന്തയാണ് അവർക്ക് ഉള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഭയം അവർക്കുള്ളത് കൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളിൽ കൃത്യമായൊരു താല്പര്യം കാണിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പുറമേക്ക് അവർ സമ്മതിച്ചാൽ പോലും, അതായത് വിവാഹത്തിന്റെ കാര്യം നോക്കാം എന്നൊക്കെ അവർ പറഞ്ഞാൽ പോലും അവർക്കുള്ളിൽ ഒരു ഭയമുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ഇനീഷ്യേറ്റീവ് ഒന്നും അവരുടെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിന് വേണ്ടി ഉണ്ടാവുന്നില്ല എന്നതാണ്. ചൊവ്വ 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ചൊവ്വാദോഷം അല്ലെങ്കിൽ വിവാഹ തടസ്സം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഇത് കാണുന്ന എല്ലാവർക്കും ചൊവ്വാദോഷം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചൊവ്വയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാരണം, അതിന്റെ ഒരു ദോഷ കാരണം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഒന്നുകൂടി നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ നിലവിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ജാതകമായിരിക്കാം. ഏതെങ്കിലും ഒരു ശ്രദ്ധ പെടാതെ പോയൊരു ഫാക്ടർ അതിലുണ്ടെങ്കിൽ, ഒരു സാധ്യത ഇതിൽ വന്നതുകൊണ്ട് പറയുകയാണ്, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, ഒന്നും കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യങ്ങളെല്ലാം ഒത്തുവന്നാലും അവസാന നിമിഷം ആലോചനകൾ മുന്നോട്ട് പോകാതെ നിൽക്കുന്നതിന് കാരണം ഈ വന്നിരിക്കുന്ന എനർജിയാണ്. പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് കാണുന്നത് അമ്മമാർ തന്നെ ആവണമെന്നില്ല, അച്ഛന്മാരുണ്ടാവാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉണ്ടാവാം. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെ വിവാഹത്തെ കുറിച്ച് ആലോചിച്ചാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം മീനം രാശി എന്ന് പറയുന്നത് ദൈവാനുഗ്രഹത്തിന്റെ കൂടി രാശിയാണ്. അവരുടെ ഉള്ളിലെ ആ മടി, അതായത് ഈ വിവാഹിതരാകാൻ നിൽക്കുന്ന ആളുകളുടെ ഉള്ളിലെ ആ മടിയും ആശയക്കുഴപ്പവും മാറിയാൽ ഉടൻ തന്നെ ഈ തടസ്സം മാറുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഭയമാണ് നിലവിലുള്ള ഒരു തടസ്സത്തിന്റെ ആക്കം കൂട്ടുന്നത് എന്ന് വേണം കരുതാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കണ്ടല്ലോ, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയാൽ, അവർ എന്തോ ഒരു ഭയം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതൊരു തടസ്സപ്പെടുന്നത്, ബ്ലോക്കായി വരുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. വിവാഹ എനർജിക്ക് ഒരു ബ്ലോക്ക് വരുന്നതിന് കാരണം അതാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ ചിന്താഗതി മാറ്റിയാൽ, അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവർ വളരെ പോസിറ്റീവായിട്ട് ഈ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് വിവാഹത്തിനുള്ള നിലവിലെ തടസ്സങ്ങൾ മാറുന്നു. എന്റെ എനർജിയിലേക്കാണ് അങ്ങനെയാണെങ്കിൽ അവർ മാറാൻ പോകുന്നത്. വലിയൊരു ടേണിംഗ് പോയിന്റും സന്തോഷ വാർത്തയുമാണ് വന്നിരിക്കുന്നത്. വ്യാഴം മിഥുനം രാശിയിൽ 10ാം ഭാവത്തിൽ വന്നിരിക്കുകയാണ്. അതായത് മക്കളുടെ വിവാഹ കാര്യത്തിന് നിലവിൽ ഉണ്ടാകുന്ന തടസ്സം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ തന്നെയുള്ള നിരവധിയായിട്ടുള്ള ചിന്തകൾ കാരണം ഉണ്ടാകുന്ന ബ്ലോക്കാണ് എന്ന് നമ്മൾ കണ്ടു. അത് മാറ്റുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചാൽ, ആ എനർജിയിൽ നിന്ന് അവർ പുറത്തു വന്നാൽ അവരുടെ വിവാഹ എനർജി എങ്ങനെയായിരിക്കും എന്ന് നോക്കിയപ്പോൾ നമുക്ക് ലഭിച്ചതാണ് വ്യാഴം മിഥുനം രാശിയിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്ന എനർജി. ഇനി നിങ്ങൾക്ക് അമ്മമാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇനി പൂർണ്ണമായിട്ട് സന്തോഷിക്കാം. കാരണം ഇത് നൽകുന്നത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജിയാണ്, വ്യാഴത്തിന്റെ അനുഗ്രഹം. എന്നാൽ ഏറ്റവും വലിയ ശുഭഗ്രഹത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. വിവാഹം നടക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വ്യാഴത്തിന്റെ അനുഗ്രഹമാണ്. അതിവിടെ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. വ്യാഴമാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. വ്യാഴത്തിന്റെ ആനുകൂല്യമാണ് അതുവഴി ഉണ്ടാകാൻ പോകുന്നത്. മക്കൾ ആ ഭയം മനസ്സിൽ നിന്ന് മാറ്റിയാൽ ഉടൻ തന്നെ ഈ വ്യാഴത്തിന്റെ പോസിറ്റീവ് എനർജി അവരുടെ ജീവിതത്തിലേക്ക് വരും. അതുപോലെ മിഥുനത്തിലെ വ്യാഴം എന്ന് പറയുന്നത് 10ാം ഭാവത്തിൽ നിൽക്കുന്ന മിഥുനത്തിലെ വ്യാഴം എന്ന് പറയുന്നത് അത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മരംഗമാണ്. മിഥുനം രാശി കമ്മ്യൂണിക്കേഷന്റെയും പുതിയ ബന്ധങ്ങളുടെയും ഒക്കെ, വിവാഹബന്ധം ഉൾപ്പെടെയുള്ള ബന്ധങ്ങളുടെയൊക്കെ ഇടമാണ്. ഇതിനർത്ഥം മക്കൾ അവരുടെ ഉള്ളിലെ മടിയും ഭയവും മാറ്റി വിവാഹ കാര്യങ്ങൾക്കായിട്ട് സജീവമായി സംസാരിക്കാനും അതിന് ആലോചനകൾ, പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യാനും ഒക്കെ അവര് മനസ്സറിഞ്ഞ് മുന്നോട്ട് വരാനും തയ്യാറായാൽ, അതായത് അവർ അവരുടെ കർമ്മം ചെയ്താൽ യൂണിവേഴ്സ് അവർക്കായി വഴി തുറക്കും എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, അവർ അവരുടെ വിവാഹ കാര്യത്തിലെ ബ്ലോക്കിനെ പറ്റി ചിന്തിക്കാതെ അവരുടെ കർമ്മ മേഖലയിൽ ശ്രദ്ധിച്ചാൽ, അതിൽ ശ്രദ്ധിക്കാനാണ് പറയുന്നത് എന്നും നമുക്കിതിനെ കാണാം. കർമ്മ മേഖലയിൽ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ വിവാഹ കാര്യത്തിന്റെ കാര്യം മനസ്സിൽ നിന്ന്, അതിന്റെ ഭയം മനസ്സിൽ നിന്ന് കളഞ്ഞോളൂ. എന്നിട്ട് വിവാഹം കൂട്ടത്തിൽ നോക്കിക്കോളൂ. അത് വരട്ടെ, നല്ല ആലോചനകൾ വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നോക്കിക്കോളൂ. കർമ്മ മേഖലയിൽ ശ്രദ്ധിക്കട്ടെ. അപ്പോഴേക്കും ആ ഒരു ബ്ലോക്ക് മാറി വ്യാഴം അനുകൂലമായിട്ട് വരും. യൂണിവേഴ്സ് അവർക്കുള്ള ഏറ്റവും നല്ലൊരു ബന്ധം അവരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ എനർജിയിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ആലോചനകൾ വരാതിരുന്ന അവസ്ഥ മാറി ഒരുപാട് നല്ല പ്രൊഫൈലുകളും ആലോചനകളും ഇവരെ തേടി വരുന്ന ഒരു സാഹചര്യം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. തടസ്സങ്ങളെല്ലാം മാറി വളരെ പെട്ടെന്ന് വിവാഹ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് ഈ എനർജി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവർ അവരുടെ തൊഴിലിൽ കർമ്മ മേഖലയിൽ ശ്രദ്ധിക്കുക. വിവാഹത്തെ പറ്റി എന്ത് ചിന്തയാണോ അവർക്കൊരു ഭയം ഉളവാക്കുന്നത് അത് അവർക്കറിയാം, നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിൽ അതുണ്ട്. ആ ചിന്താഗതി അതിപ്പോ കാണാൻ സൗന്ദര്യമില്ല എന്നുള്ളതാണോ, വിദ്യാഭ്യാസമില്ലെന്നതാണോ, പൊക്കമില്ലെന്നതാണോ, മറ്റുള്ളവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ആകർഷകമായ സൗന്ദര്യമില്ലായ്മ, അല്ലെങ്കിൽ നിറമില്ലായ്മ, മുടിയില്ലായ്മ, അങ്ങനെ പല 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 കാര്യങ്ങളാണല്ലോ. ഈ ബാഹ്യ സൗന്ദര്യത്തിലോ അതിലൊന്നും അല്ല ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. വ്യക്തിത്വത്തിലാണ് ആളുകൾ അതിലെ കാര്യമുള്ളൂ, അതാണ് സത്യം. അപ്പോൾ ആവശ്യമില്ലാത്ത ഭയങ്ങൾ ചിലപ്പോൾ ഒരു കോംപ്ലക്സ് കൊണ്ട്, മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ജാള്യത കൊണ്ട് സമ്മതിക്കുന്നുണ്ടാവില്ല, ഒരു പ്രശ്നമില്ലെന്ന് അവർ പറയുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, റിജക്ഷൻ പേടിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. അതാണ് അതിൽ നമ്മൾ കാണാൻ പറ്റിയത്. ആ ഭയങ്ങൾ അവർ മാറ്റി വെച്ചാൽ അങ്ങനെ അതൊരു റിയാലിറ്റി അല്ല. അവർക്ക് ഒരുപാട് സമയമായിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നടന്നിട്ട് ഇതൊന്നും ശരിയാവാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഡൗൺ ആയി പോയ ഒരവസ്ഥയാണ്. അതുകൊണ്ട് അവർ ഏർപ്പെടുന്ന തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കർമ്മ മേഖലയിൽ അവർ മുഴുകട്ടെ. അതോടൊപ്പം വിവാഹ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി അവർ ഒന്ന് സജീവമായാൽ തീർച്ചയായിട്ടും വിവാഹത്തിന്റെ ബ്ലോക്കൊക്കെ മാറും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡുകൾ നോക്കാം. ഈ വന്നിരിക്കുന്ന എനർജീസ് നമ്മൾ കണ്ടു. ഇനി എന്താണ് കാർഡുകൾ പറയുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. നമ്മൾ അസ്ട്രോ ഡൈസ് നോക്കിയപ്പോൾ വീട്ടിൽ ഉള്ള നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം പ്രായമായിട്ടും വിവാഹപ്രായം അധികരിച്ചിട്ടും നടക്കാത്തതിലുള്ള കടുത്ത വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നും അത് ആ വിവാഹം ആലോചിക്കപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ആലോചിക്കുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചില ഭയങ്ങൾ അതിന് കാരണമാണെന്നും കണ്ടു. അതിന് പരിഹാരമായിട്ട് ആ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുത്തിയാൽ ഉടനെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആസ്ട്രോഡൈസ് നമ്മളോട് പറഞ്ഞു. അതിന്റെ ഒരു റിസൾട്ട് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടാരോ കാർഡ്സ് നമ്മൾ എടുത്തത്. എന്താണ് ടാരോ കാർഡ്സ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ ഓട്ടം എന്ന കാർഡ് വന്നിരിക്കുന്നത് ഒരു ബാലൻസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സൂചനയായിട്ടാണ്. അതായത് ഓട്ടം എന്ന് പറഞ്ഞാൽ ശരത്കാലമാണ്. ഇത് പറയുന്നത് വേഗത കുറയ്ക്കാനും നമ്മൾ ഇതുവരെ ചെയ്ത അധ്വാനത്തിന്റെ ഫലം കൊയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഹാർവെസ്റ്റിനുള്ള സമയമാണെന്നാണ്. അതായത് കർമ്മ മേഖലയുമായിട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, മിഥുന രാശിയിലെ 10ാം ഭാവത്തിലാണ് വ്യാഴം വന്നത്. അതായത് നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ ഇപ്പോ ബാലൻസിലാണ്. ഇനി വിവാഹ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിവാഹത്തിന്റെ കാര്യത്തിൽ ഇതുവരെ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ ജോലിയും വ്യക്തി ജീവിതവും തമ്മിലൊരു ബാലൻസ് ഇപ്പോൾ ഇനി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ ജോലി കാര്യത്തിലാകാം. വിവാഹ കാര്യത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ല ആ വ്യക്തി. അത് പല ഭയങ്ങൾ കൊണ്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് മാറ്റം വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് വരുമെന്ന് പറഞ്ഞു. അവരോട് നമ്മൾ ആദ്യം അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത പോലെ അവരുടെ കർമ്മം ഇനി വിവാഹത്തിന്റെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നതാണ് എന്നൊരു സൂചന ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാർഡും കൂടി വന്നപ്പോൾ അത് ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. അവർ മാനസികമായിട്ട് വിവാഹത്തിന് തയ്യാറെടുക്കാനും അവരുടെ ഊർജം വീണ്ടെടുക്കാനും ഈ സമയം ഉപയോഗിക്കണമെന്നാണ് ഈ കാർഡ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ബാലൻസ് അവർ കൊണ്ടുവരുമ്പോൾ വിവാഹത്തിനുള്ള വഴി തനിയെ തെളിഞ്ഞു വരും. ജോലിക്കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, മനസ്സിലെ ഭയങ്ങൾ അവിടെ തന്നെ വെച്ചുകൊണ്ട് വിവാഹം ഒഴിച്ച് പ്രൊഫൈലുകൾ നോക്കുന്നതൊഴിച്ച് അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് നിലവിലുള്ള ഒരു പ്രശ്നം എന്നാണ് ഇവിടെ നിന്നും തോന്നുന്നത്. രണ്ടാമത്തെ കാർഡ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു സെൽഫ് അവയർനെസിന്റെ ആവശ്യകതയെ പറ്റിയാണ്. പ്രസൻസ് ആൻഡ് സെൽഫ് അവയർനെസ്. നിങ്ങൾ മക്കളുടെ മനസ്സിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് തിരിച്ചറിയണം. നിങ്ങളും അവരും തിരിച്ചറിയണം. വിവാഹത്തെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയങ്ങൾ, മുൻകാലത്തെ മോശം അനുഭവങ്ങൾ, അതായത് കുറെ ഇല്യൂഷൻസും പല തരത്തിലുള്ള ആഗ്രഹങ്ങളും ഒക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അതെല്ലാം മാറ്റി നിർത്തി യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഈ കാർഡ് ആവശ്യപ്പെടുന്നു. മക്കൾക്ക് അവരുടെ ഭയങ്ങളെക്കുറിച്ച് ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ സ്വയം മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതായത് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാതെ അത് എന്താണെന്ന് ഒന്ന് പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കിയെടുത്താൽ, അല്ലെങ്കിൽ അതൊന്ന് അഡ്മിറ്റ് ചെയ്താൽ, അപ്പോൾ തന്നെ വിവാഹ തടസ്സം പൂർണ്ണമായി മാറും. അത് വർക്ക് ചെയ്താൽ മതി. അത് പിന്നെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി.
അടുത്ത കാർഡ്, മൂന്നാമത്തെ കാർഡ് നമ്മളോട് പറയുന്നത് നമ്മുടെ വ്യാഴത്തിന്റെ അനുഗ്രഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. റോസ്മേരി കാർഡ്. റോസ്മേരിയുടെ സുഗന്ധം നമ്മുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങളും അനിശ്ചിതത്വങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. മക്കൾ ജീവിതത്തിൽ എന്തിനാണ് കൂടുതൽ മൂല്യം നൽകുന്നത് എന്നതിൽ അവർ ഉറച്ചു നിൽക്കണം. പുറം ലോകത്തിന്റെ ചിന്തകളാണോ, മറ്റുള്ളവരുടെ ചോദ്യങ്ങളാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാൽക്കുലേഷൻസ് ആണോ, അല്ലെങ്കിൽ ഇവർക്ക് തന്നെയുള്ള ഇവരുടെയും കുടുംബത്തിന്റെയും ചിന്തകളാണോ? ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ആളുകൾ എന്തെങ്കിലും പറയുന്നു, ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും പലതും എന്നത് കണ്ട് അവർ തളരേണ്ട യാതൊരു സാഹചര്യവുമില്ല. അങ്ങനെ തളരരുത് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. അവരുടെ ഉള്ളിലെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. വ്യാഴത്തിന്റെ അനുഗ്രഹം അവർക്ക് എന്തായാലും ഉണ്ട്. അവർക്ക് ഏറ്റവും വിശ്വസ്തനായ സ്നേഹമുള്ള ഒരു പങ്കാളിയെ തന്നെ അതുകൊണ്ട് യൂണിവേഴ്സ് നൽകുമെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകമായിട്ട് ലോയൽറ്റിയും ഫെയ്ത്ത്ഫുൾനെസ്സും ഉണ്ടാകും. ഉണ്ടോ? അങ്ങനെ ഒരു നല്ല കുടുംബജീവിതം അവരിലേക്ക് വരും. അനാവശ്യമായ ഭയങ്ങൾ, ചെറിയ ചെറിയ ഭയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അവരെ വീട്ടുകാർ കൂടി, നിങ്ങൾ കൂടി സഹായിച്ചാൽ കാര്യങ്ങളെല്ലാം അനുകൂലമായി വരും എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. നിങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ നിങ്ങളെ കാക്കുന്ന അദൃശ്യ ശക്തി, എന്ത് ശക്തിയുമായിക്കോട്ടെ, എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളോട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത് നോക്കാം. മാജിക് ഗാർഡിയൻ, അൺലോക്ക് ദ മാജിക് വിത്തിൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ എനർജി മാജിക് ഗാർഡിയൻ എന്ന പ്രപഞ്ചത്തിന്റെ ഒരു ശക്തമായ എനർജിയാണ്. ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നമ്മിലേക്ക് തരുന്നത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്, നിങ്ങൾ പലപ്പോഴും മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പുറത്തുള്ള വഴികളും പ്രവചനങ്ങളും മാത്രം നോക്കി വിഷമിച്ചിരിക്കുകയാണ് എന്നാണ്. എന്നാൽ നിങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ ഈ അദൃശ്യ ശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഉത്തരങ്ങൾക്കായി പുറത്തേക്ക് നോക്കുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അതിശക്തമായ ഒരു ഊർജം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ തന്നെയാണ് ഉത്തരം എന്നാണ് ഈ യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് നല്ല മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ശക്തമായ ആഗ്രഹങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും കാര്യങ്ങളെ അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ മാറുന്നതനുസരിച്ച് ഈ പ്രപഞ്ച ഊർജത്തിന്റെ ഫ്രീക്വൻസിയും മാറുമെന്നാണ് പറയുന്നത്. നിങ്ങൾ വിവാഹം നടക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കുകയും ആകുലപ്പെടുകയും ചെയ്യുമ്പോൾ ബ്ലോക്ക് എന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എനർജി ബ്ലോക്ക് ആവാനായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ മക്കൾക്ക് അവരുടെ മനസ്സിലുള്ള എന്തൊക്കെയോ ചിന്തകൾ കൊണ്ട്, ഭയങ്ങൾ കൊണ്ട് അവരും ഒരു ബ്ലോക്ക് തന്നെ സൃഷ്ടിക്കുന്നു. ചുരുക്കത്തിൽ നിങ്ങൾ എല്ലാവരും തന്നെ ആണ് എന്താണ് തടസ്സം എന്നതിന്റെ ഉത്തരം എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾ തന്നെയാണ് ഉത്തരം. എല്ലാം നിങ്ങളിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ബ്ലോക്ക് ആണെങ്കിലും പോസിറ്റിവിറ്റി ആണെങ്കിലും നിങ്ങളിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ആ ബ്ലോക്കിനെ മാറ്റാൻ വേറെ ആർക്കുമല്ല. നിങ്ങളിൽ നിന്നും ആ ബ്ലോക്ക് മാറണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും. മക്കളുടെ വിവാഹം നടക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹത്തെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഡയറക്റ്റ് യുവർ ഇന്റൻഷൻസ് എന്നാണ് പറയുന്നത്. ഉള്ളിലെ സങ്കടവും ഭയവും മാറ്റി കാര്യങ്ങൾ ശുഭമായി നടക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള വലിയൊരു അനുഗ്രഹം ഈ അദൃശ്യ ശക്തികൾ നിങ്ങൾക്ക് നൽകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളെ കാക്കുന്ന ശക്തികൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളിലും ആഗ്രഹങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കാനാണ്. സംശയിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും എല്ലാം നടക്കുമെന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്തിട്ടും കുറച്ചു കഴിയുമ്പോൾ എനിക്ക് വിഷമം വയ്യ, വല്ലാത്തൊരു സങ്കടം വരുന്നു, കാരണം ഈ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജി അവിടെ ബ്ലോക്കായി. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മറ്റുള്ളവരുടെ വാക്കോ റിജക്ഷനുകളോ കണ്ട് ഭയപ്പെടാതെ മക്കളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക. വഴി തനിയെ തെളിയും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാനിടയുള്ള ആശങ്കകളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആശങ്കകൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം നോക്കാമെന്ന് പറഞ്ഞുള്ളൂ. നോക്കാൻ പോയത് എന്താണ് ഈ വിവാഹം. ടൈമിംഗ് കാർഡാണ്. എന്ന് നടക്കും. സൂണർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് വന്നു. സൂണർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് കിട്ടി. നമുക്ക് ഇന്റൻഷൻ വെച്ച് ഒന്നുകൂടി നോക്കാം. അതായത് നിങ്ങൾ പ്രപഞ്ചത്തിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് 30കളുടെ അന്ത്യമോ 40കളുടെ അന്ത്യമോ അല്ലെങ്കിൽ എന്തു തന്നെ ആയിക്കോട്ടെ അവരുടെ പ്രായത്തെപ്പറ്റി ചിന്തിക്കാതെ, പ്രായം എന്താണെന്ന് ഇനി ഓർത്താകുലപ്പെടാതെ നിങ്ങൾ അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകും, യൂണിവേഴ്സ് അത് കൊണ്ടുവരുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ധൈര്യത്തോടു കൂടി വിവാഹാലോചനകളുമായി മുന്നോട്ട് പോയാൽ എന്ന് നിങ്ങൾക്ക് വിവാഹം നടക്കും എന്ന് ചോദിക്കുമ്പോൾ നോട്ട് അണ്ടിൽ യു ആർ റെഡി. നിങ്ങൾ താല്പര്യപ്പെട്ടാൽ വളരെ പെട്ടെന്ന് നടക്കും. നിങ്ങൾ വിഷമിച്ചാൽ നിങ്ങൾ എന്ന് തയ്യാറാകും അന്ന് നടക്കും.
അതായത് നിങ്ങൾ റെഡി ആയാൽ മാത്രമേ നടക്കൂ. റെഡി ആയാൽ വളരെ പെട്ടെന്ന് നടക്കും. ഒരു കാലാവധി യൂണിവേഴ്സ് പറയുന്നുണ്ടോ എന്ന് നോക്കാം. ഇൻ 8 months, 8 മാസങ്ങൾക്കുള്ളിൽ നടക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിവാഹം പ്രായം അധികരിച്ചിട്ടും നടക്കാത്തതിനെ പറ്റി വേദനിക്കുന്ന ആളുകൾക്ക് അവരുടെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ട റീഡിങ്. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വരാൻ വളരെ പെട്ടെന്ന് തന്നെ ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പോലെ തന്നെ അതിന് യൂണിവേഴ്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പരമാവധി നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. എന്തായാലും യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കൂ. ശക്തമായ എനർജി, ശക്തമായ കാർഡുകളിലൂടെയും ആസ്ട്രോഡൈസിലൂടെയും ഒക്കെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് പരിഹാരത്തോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ തീർക്കാവുന്ന തടസ്സങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് തയ്യാറായാൽ മാത്രം മതി. നിങ്ങൾ ഒന്ന് റെഡിയായാൽ മാത്രം മതി. അതാണ് അതിന്റെ ഒരു താമസം. അങ്ങനെ ആയാൽ പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്ന് ഏറിയാൽ 8 മാസത്തിനുള്ളിൽ ആ വിവാഹം നടന്നിരിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.